നമസ്കാരം. ആസ്ട്രോവാസ്തുവിലേക്ക് സ്വാഗതം. 2025 മാർച്ച് മാസത്തിൽ മിഥുനൻ രാശിക്കാരുടെ സമ്പൂർണ്ണ മാസഫലത്തെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ആദ്യമായി ഗ്രഹനിലയിലേക്ക് കടക്കാം. ഇടവത്തിൽ ഗുരു, മിഥുനത്തിൽ കുജൻ, കന്നിയിൽ ശിഖി, കുംഭത്തിൽ ശനി, സൂര്യൻ. സൂര്യൻ മാർച്ച് 14 വരെ കുംഭൻ രാശിയിലും ശേഷം മീനൻ രാശിയിലുമായിരിക്കും. ശനി മാർച്ച് 29 മീനൻ രാശിയിലേക്ക് രാശിമാറ്റം നടത്തും. മീനത്തിൽ ബുധൻ, ശുക്രൻ, സർപ്പൻ എന്നീ ഗ്രഹങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത്. മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരം അനുസരിച്ചാണ് ഞാനിവിടെ ഫലം പറയാൻ പോകുന്നത്. നിങ്ങളുടെ ജാതകം കൂടി പരിശോധിച്ചാൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഫലം അറിയാൻ കഴിയും. മിഥുനൻ രാശി. മകയിരമര, തിരുവാതിര, പുണർതം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി. മാർച്ച് മാസത്തിൽ 3-ാം ഭാവാധിപനായ സൂര്യൻ മിഥുനൻ രാശിയുടെ 9ഉം 10ഉം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സൂര്യൻ ഭാഗ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം മാർച്ച് മാസം 14 വരെ. അപവാദം കേൾക്കാൻ ഇടവരും, സൂക്ഷിക്കണം. അപവാദം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കരുത്. വരവ് കുറയുകയും ചിലവ് കൂടുകയും ചെയ്യുന്ന സമയമാണിപ്പോൾ. ബന്ധുക്കളുടെ അകൽച്ചയും മനപ്രയാസവും ഉണ്ടാകും. എന്നാൽ മാർച്ച് 14 ശേഷം 10ാം ഭാവത്തിലേക്ക് രാശി മാറുന്ന സൂര്യൻ ആരോഗ്യവും ബന്ധുസമാഗമവും ഉണ്ടാക്കും. കർമ്മരംഗത്തെ അധികാരികളുമായി നല്ല സമ്പർക്കത്തിന് അവസരമുണ്ടാകും. അഭീഷ്ടലാഭവും ധനവർദ്ധനവും പ്രതീക്ഷിക്കാം. 10ാം ഭാവാധിപനായ ഗുരു 12ലാണ് ഒരു വർഷമായി സ്ഥിതി ചെയ്യുന്നത്. 2025 മാർച്ച് 14 വരെ ഈ സ്ഥിതി തുടരും. കർമ്മരംഗത്ത് വലിയ തൃപ്തി ഉണ്ടാവുകയില്ല. എന്നാൽ നീചഭംഗ രാജയോഗം ചെയ്തു നിൽക്കുന്ന ബുധനും മാളവ്യ യോഗം ചെയ്തു നിൽക്കുന്ന ശുക്രനും 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് കർമ്മരംഗം പുഷ്ടിപ്പെടാൻ സഹായിക്കും. പക്ഷേ സർപ്പൻ്റെ 10ലെ സ്ഥിതി ശ്രദ്ധിക്കണം. 10ലെ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സ്ഥിതി ബിസിനസ്സുകാർക്ക് വളരെ ഉയർച്ചയുണ്ടാക്കും. പക്ഷേ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ശ്രദ്ധ വേണം. 2025 മാർച്ച് 29 ശനി 10ാം ഭാവമായ മീനത്തിലേക്ക് രാശി മാറുന്നു. കണ്ടകശനി ആരംഭിക്കും. കണ്ടകശനി വലിയ ദോഷങ്ങൾ നിങ്ങൾക്ക് നൽകുകയില്ല. ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. മീനൻ രാശിയിൽ നിൽക്കുന്ന ശനി വലിയ ദോഷകാരിയല്ല. 7ാം ഭാവാധിപനായ ഗുരു 12ലാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. ചിലവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ബിസിനസ്സുകാർ ശ്രദ്ധിക്കണം. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. 2025 മാർച്ച് 14 ഗുരു ജന്മരാശിയിലേക്ക് രാശിമാറ്റം നടത്തും. അപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. 5ാം ഭാവാധിപനായ ശുക്രൻ ഉച്ചസ്ഥനാണ്. 9ാം ഭാവാധിപനായ ശനി 9ൽ തന്നെയാണ് നിൽക്കുന്നത്. ഇവയെല്ലാം കുട്ടികളുടെ പഠന വിജയത്തെ കാണിക്കുന്നു. ഈ സമയത്തെ കുട്ടികൾക്ക് വിദേശ പഠനത്തിനുള്ള അനുമതി ലഭിക്കും. ജന്മത്തിലെ ചൊവ്വ ശാരീരിക ക്ലേശങ്ങൾ, ശരീരത്തിൽ മുറിവുകൾ എന്നിവ ഉണ്ടാക്കാം. ഭാര്യയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ, ബന്ധുക്കളുടെ അകൽച്ച എന്നിവയ്ക്കും സാധ്യതയുണ്ട്. 4ലെ ശിഖി ശത്രുത്വവും ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ജന്മരാശ്യാധിപനായ ബുധൻ ശുക്രനോട് യോഗം ചെയ്ത് രാജയോഗ ഫലം നൽകി 10ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് പുതിയ സ്ഥാനമാനങ്ങളും ആരോഗ്യവും തൻ്റെ ഇടവും കർമ്മരംഗത്ത് പുഷ്ടിയും തരുന്നു. 12ഉം 5ഉം ഭാവാധിപനായ ശുക്രൻ 10ാം ഭാവത്തിൽ രാജയോഗപ്രദനായിട്ടാണ് നിൽക്കുന്നത്. ബുധശുക്രയോഗം തൊഴിൽ രംഗത്തിൽ പ്രശസ്തിയും പ്രശംസയും നൽകുന്നു. 10ലെ സർപ്പൻ ശത്രുത്വവും ചിലവും സൃഷ്ടിക്കുന്നു. ഊഹക്കച്ചവടത്തിൽ നിന്നും പണം കയ്യിൽ വരാനുള്ള സാധ്യത കാണുന്നു. 12ലെ ഗുരു നല്ല കാര്യങ്ങൾക്ക് ധനച്ചിലവുണ്ടാക്കും. കുട്ടികളുടെ പഠനം, വിവാഹം, വീട് വയ്പ് എന്നിവയ്ക്കായിരിക്കും ചിലവുകൾ ഉണ്ടാകുക. വസ്തുതർക്കം, കേസുകൾ ഇവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. 9ലെ ശനി അത്ര നല്ല ഫലങ്ങളല്ല തരുന്നത്. പിതൃക്ലേശം, ബന്ധുക്ലേശം, ശത്രുവൃത്തി, സന്താന ദുഃഖം, ധനഹാനി എന്നിവയാണ് ശനി നൽകുന്ന ഫലങ്ങൾ. പൊതുവെ മാർച്ച് 14 വരെ സൂര്യനും 12ലെ ഗുരുവും 4ലെ കേതുവും 9ലെ ശനിയും നല്ല ഫലങ്ങൾ നൽകുന്നില്ല. പരിഹാരത്തിനായി നവഗ്രഹ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് ഉത്തമം. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് വേണ്ടി അർച്ചന നടത്തുകയും ചെയ്യണം. ദോഷശമനമുണ്ടാകും. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.